ശ്രീ ശ്രീ ശരത്ചന്ദ്ര, ഒരു പ്രത്യാക്രമണം എന്തായാലും ഉണ്ടാവും. പാകിസ്ഥാന് സഹായഹസ്തവുമായി ഏതെങ്കിലും രാജ്യം പ്രത്യക്ഷത്തിലുണ്ടാവുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഇതുവരെ അങ്ങനെ ഒരു പബ്ലിക് സ്റ്റേറ്റ്മെന്റ് ഒരു രാജ്യത്തു നിന്നും ഉണ്ടായിട്ടില്ല. ഇങ്ങനൊരു സിറ്റുവേഷനിൽ ഒരു രാജ്യത്തിനും അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കാനും സാധിക്കില്ല. അഫ്ഗാനിസ്ഥാൻ ആയാലും ചൈന ആയാലും, ചൈനയും പാകിസ്ഥാനും വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന രാജ്യങ്ങളാണ്. പ്രത്യേകിച്ചും അമേരിക്ക ഇന്ത്യയോട് അടുക്കുകയും പാകിസ്ഥാനെ ഉപേക്ഷിക്കുകയും ചെയ്ത സ്ഥിതിക്ക് ചൈനയും പാകിസ്ഥാനും തമ്മിൽ വളരെ അടുത്ത ബന്ധങ്ങളുണ്ട്. അവരുടെ റിലേഷൻഷിപ്പ് മലകളെക്കാളിലും ഉയർന്നതും സമുദ്രത്തെക്കാളിലും ആഴമുള്ളതൊക്കെ എന്നാണ് അവർ വിവരിച്ചിട്ടുള്ളത്. എന്നാൽ തന്നെയും ചൈന ഇതിനെപ്പറ്റി ഒരു ഒപ്പീനിയൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. മറ്റെല്ലാ രാഷ്ട്രങ്ങളും ഇന്ത്യയുടെ കൂടെ നിന്ന് ഇന്ത്യയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞു. ചൈന ഇതുവരെ പറഞ്ഞിട്ടില്ലെങ്കിലും അവര് ഓപ്പൺലി പാകിസ്ഥാനെ സപ്പോർട്ടും ചെയ്തിട്ടില്ല. ഈ ഒരു ക്രൂര കൃത്യം ഇതിനെ അവർ സപ്പോർട്ട് ചെയ്തില്ല. അവർക്കും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോ ഒന്നത്. രണ്ടാമത്തെന്ന് പറയുന്നത്, ഒരു മിലിറ്ററി ഓപ്പറേഷൻസ് തുടങ്ങിക്കഴിഞ്ഞാൽ ഏതെങ്കിലും രാജ്യങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്യുമോ എന്നുള്ളതാണ്. ഇൻ എനി കേസ് ഏതെങ്കിലും രാജ്യം ഉണ്ടെങ്കിൽ അത് ചൈന മാത്രമായിരിക്കും. ആ ചൈനയുടെ റെസ്പോൺസ് എങ്ങനെയായിരിക്കുമെന്ന് കുറെയൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയും. ഒന്ന്, അവര് ബോർഡർ ഡിപ്ലോമറ്റ് കൂട്ടിയേക്കും. നമ്മളുടെ സെൻസിറ്റീവ് ഏരിയാസിൽ പ്രഷർ ചെയ്യാൻ അവർ ശ്രമിച്ചേക്കും. പബ്ലിക് സ്റ്റേറ്റ്മെന്റ്സ് തുടങ്ങിയേക്കും. യുണൈറ്റഡ് നേഷൻസിന്റെ സെക്യൂരിറ്റി കൗൺസിലിന്റെ മെമ്പറാണ്. അത് ഉയർത്താൻ സാധിച്ചേക്കും. പിന്നെ അല്ലാത്ത ത്രെറ്റ്സുകളും കാണും. ഇതിനെല്ലാം ഉപരി ചൈന പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോർ അത് പാസ് ചെയ്യുന്നത് പാകിസ്ഥാൻ ഓക്യുപ്പൈഡ് കാശ്മീരിൽ കൂടാണ്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും POKയില് ഓപ്പറേഷൻ ചെയ്യുകയാണെങ്കിൽ അതിനെതിരായിട്ടും അവര് റെസ്പോണ്ട് ചെയ്യാൻ സാധ്യതയില്ലാതില്ല. നമ്മളുടെ ഈ കാർഗിൽ യുദ്ധ സമയത്തും അവര് തുറന്ന് പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ തന്നെ അവര് ബോർഡർ ഡിപ്ലോയ്മെന്റ് വർദ്ധിപ്പിച്ചിരുന്നു. ബോർഡറിൽ ഡിപ്ലോയ്മെന്റ് വർദ്ധിപ്പിക്കുകയും ആക്ടിവിറ്റീസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ പറ്റുന്നത്? നമുക്ക് അവിടുന്ന് ട്രൂപ്സിനെ മാറ്റി വെസ്റ്റേൺ ഫ്രണ്ടിലോ പാകിസ്ഥാന്റെ സൈഡിൽ നിന്ന് ഡിപ്ലോയ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ നമ്മുടെ ട്രൂപ്സിനെ അവിടെ എൻഗേജ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ട്രൂപ്പ് ഡിപ്ലോയ്മെന്റ് തീർച്ചയായിട്ടും കൂട്ടും. പക്ഷെ അവരെന്തെങ്കിലും ഒഫൻസീവ് ആക്ഷൻ എടുക്കുമോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് ആലോചിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ ആർട്ടിക്കിൾ 370 അബ്രോഗേറ്റ് ചെയ്തപ്പോഴും അത് പിൻവലിച്ചപ്പോഴും പാകിസ്ഥാൻ ഓപ്പൺലി അതിനെപ്പറ്റി എതിർത്തു. അതിന്റെ കൂടെ എതിർത്ത ഒരു രാജ്യം ചൈന മാത്രമാണ്. വേറെ ആരും ഇതിനെപ്പറ്റി എതിർത്ത് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് എന്തെങ്കിലും മിലിറ്ററി ഓപ്പറേഷൻസ് ഇന്ത്യ എടുക്കുകയാണെങ്കിൽ ചൈനയിൽ നിന്ന് തീർച്ചയായിട്ടും എന്തെങ്കിലും ഒരു റെസ്പോൺസ് ഉണ്ടായിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ ഒരു റെസ്പോൺസിനെ ന്യൂട്രലൈസ് ചെയ്യാൻ ഡിപ്ലോമാറ്റിക് ആയിട്ടായാലും വേറെ ഒരു തേർഡ് കൺട്രി ആയിട്ടുള്ള ഒരു അഗ്രിമെന്റ് വഴിയായാലും എന്തായാലും ആ ഒരു സ്റ്റെപ്പ് നമ്മുടെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് എടുത്തിട്ടായിരിക്കും എന്തെങ്കിലും നമ്മൾ ചെയ്യുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.